Hello everyone, welcome back. Hope you all are doing good. So I am back again with a weekend vlog. This time I am going to share the recipe of a delicious beef biryani, as well as I went for shopping, so few videos from there also. I hope you all will like it. Let's begin. അപ്പോൾ നമുക്ക് നമ്മുടെ ബീഫ് ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാം അല്ലേ. അപ്പം ഞാനിത് നല്ല അടിപൊളി കൈമ റൈസാണ് എടുത്തിട്ടുള്ളത്. 2 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ സാധാരണ അളന്നെടുക്കുന്ന ഈ ഒരു ഗ്ലാസ്സിന്. അപ്പോൾ നമുക്കിനി അതവിടെ മാറ്റി വയ്ക്കാം. പിന്നെ നമ്മുടെ ബിരിയാണിയിലേക്ക് വേണ്ട അണ്ടിപ്പരിപ്പ്, മുന്തിരി, അതുപോലെ വറുത്ത ഉള്ളി, ഇതൊക്കെ ആദ്യം നമുക്കൊന്ന് റെഡിയാക്കി വയ്ക്കാം. അപ്പോൾ അണ്ടിപ്പരിപ്പ് വറുത്തെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു സവോള ഇതുപോലെ നല്ല ലൈറ്റ് ബ്രൗൺ കളറിൽ നല്ല ക്രിസ്പി ആയിട്ട് വറുത്ത് കോരുക. അത് കഴിഞ്ഞ് പിന്നെ മുന്തിരി, അതൊക്കെ കഴിഞ്ഞ് വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട നമ്മുടെ ബീഫിൻ്റെ മസാലയിലേക്ക് വേണ്ട കുറച്ച് ഉള്ളി, തക്കാളി, ഇഞ്ചി, പച്ചമുളക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞിട്ടും ചതച്ചിട്ടൊക്കെ എടുക്കണം. അപ്പോൾ ഞാൻ സവോള അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ട്. 2-3 വലിയ സവോള തന്നെ നോക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തക്കാളിയും അത്യാവശ്യം വലിയ തക്കാളി ഒരു 2-2.5 തക്കാളിയോളം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, 2 വലിയ കഷ്ണം ഇഞ്ചി, 3-4-5 വലിയ അല്ലി വെളുത്തുള്ളി, പിന്നെ കുറച്ച് പച്ചമുളക് എരിവിനനുസരിച്ച്, ഇതൊക്കെ നമുക്കൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് റൈസ് ഒന്ന് തയ്യാറാക്കാം. അപ്പോൾ റൈസ് ഞാൻ ഇവിടെ വറ്റിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ എണ്ണയിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് കുറച്ച് ഒഴിച്ചു കൊടുത്തത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നമ്മുടെ നെയ്യ്, RKGയുടെ നെയ്യില്ലേ, നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ സ്പൈസസ്, അതായത് ഏലക്ക, ഗ്രാമ്പൂ, പട്ട, തപ്പോലം, ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം ഒരു ചെറിയ സവോള അരിഞ്ഞതും. അപ്പോൾ ഇതിലേക്ക് ഞാൻ എക്സ്ട്രാ വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. ഇപ്പോൾ 2 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 4 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിൽ ആ വെള്ളം ഒന്ന് നമ്മൾ കിറ്റിലൊക്കെ ഒന്ന് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താണ്. അപ്പോൾ തിളയ്ക്കാൻ അത്ര പെട്ടെന്ന് ടൈം എടുക്കില്ലല്ലോ. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം.
പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മുടെ മല്ലിയിലയും പുതിനയിലയാണ്. അത് ഫ്രഷ് ആയിട്ടുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില പുതിനയില ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരുപാട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം എൻ്റെ മുന്നത്തെ കുറേ വ്ളോഗുകളിലും ഞാൻ ബിരിയാണി റെസിപ്പികൾ ഇഷ്ടംപോലെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് ഡ്രൈ ആയിട്ടുള്ള മിൻറ്റും അതുപോലെ കൊറിയാൻഡറുമാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും മല്ലിയിലയും പുതിനയിലയും വാങ്ങിച്ചു കഴിഞ്ഞാൽ നാശമായി പോകാതിരിക്കാനുള്ള ബെസ്റ്റ് ഐഡിയ ആണ് അത് ഉണക്കുക എന്നുള്ളത്. അപ്പോൾ നല്ല ഫ്ലേവറാണ് കേട്ടോ, അതിൻ്റെ മണം കുറേ നാൾ നിൽക്കും. അപ്പോൾ നമ്മുടെ വെള്ളം നന്നായി തിളയ്ക്കുമ്പോൾ അതിലേക്ക് നമ്മൾ അരി കഴുകി വൃത്തിയാക്കി ഒട്ടും വെള്ളമില്ലാതെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അരി നമ്മൾ വറ്റിച്ചെടുക്കുന്ന കാരണം പിന്നെ കുതിർത്തുന്ന പ്രശ്നങ്ങൾ അങ്ങനെയൊന്നും വരുന്നില്ല. അപ്പോൾ ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഈ വെള്ളം അങ്ങോട്ട് വറ്റിച്ചെടുക്കാം. വെള്ളം വറ്റിക്കഴിഞ്ഞാൽ ഒരു 2-3 മിനിറ്റും കൂടി അതേ ചൂടിൽ തന്നെ ഒന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അരിയുടെ വേവൊക്കെ പാകത്തിനായിട്ടുള്ള റൈസ് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഈ അരി അതായത് നമ്മുടെ ചോറ് തയ്യാറാക്കുന്ന സമയത്ത് ഇത് ഒട്ടിപ്പിടിക്കാൻ തോന്നുകയാണെങ്കിൽ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ചോറ് നന്നായിട്ട് വിട്ട് നല്ല ഭംഗിയായിട്ട് കിടക്കും. അപ്പോൾ നമ്മുടെ ബിരിയാണിയുടെ റൈസിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ബീഫ് മസാല റെഡിയാക്കാം. ബീഫ് മസാലയ്ക്ക് ബീഫ് ഞാൻ ആദ്യം ഒന്ന് കുക്കറിൽ വേവിച്ചെടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ പാകത്തിന് ഉപ്പും 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണോളം മല്ലിപ്പൊടി, അതുപോലെ 1 ടീസ്പൂൺ നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ചതച്ചതുണ്ടല്ലോ അതിൽ നിന്ന് 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് കുക്കറിൽ ഇരുന്ന് ഒരു 3-4 വിസിലിൽ വേവട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ബീഫിൻ്റെ മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ഉള്ളി അരിഞ്ഞുണ്ടാക്കിയത്. അപ്പോൾ ഏകദേശം ഒരു 2-3 വലിയ സവോള അരിഞ്ഞതാണിത്. ഇതിലേക്ക് കുറച്ച് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം ഞാൻ ബിരിയാണിയുടെ റൈസിൻ്റെ റെസിപ്പി ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാതിരുന്നത്, ഇതിന് മുന്നേ ഒരുപാട് ബിരിയാണി റെസിപ്പികൾ ഇട്ടിട്ടുണ്ട് വ്ളോഗുകളിലൊക്കെ. അപ്പോൾ അതിലൊക്കെ വറ്റിച്ചെടുക്കുന്നതും ഊറ്റിയെടുക്കുന്നതും ഒക്കെ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ അപ്പം തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി വീണ്ടും അത് സെയിം കാര്യം റിപ്പീറ്റ് ചെയ്ത് ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ. അപ്പം നമ്മുടെ ബീഫിൻ്റെ മസാല നമുക്ക് റെഡിയാക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളി വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ 2.5 തക്കാളി എടുത്തിട്ടുണ്ട്, നല്ല വലിയ തക്കാളിയാണ്. ഇനി നമുക്കതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് ഇത് 3 നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ടല്ലോ മിക്സിയിൽ, അത് നമ്മുടെ തക്കാളി ഉള്ളി നന്നായിട്ടൊന്ന് വാടി വന്നതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതിൽ കറിവേപ്പില ചേർത്തിട്ടുണ്ട്, അത് ഓപ്ഷണലാണ്. അതായത് നിങ്ങളുടെ കയ്യിൽ മല്ലിയില പുതിനയില ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ അത് ഇല്ലാത്ത കാരണം കൊണ്ട് ഒരു ഫ്ലേവറിനായിട്ട് ഞാൻ നമ്മുടെ കറിവേപ്പില ചേർത്ത് കൊടുത്തതാണ്. അപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിൻ്റെയൊക്കെ ഒന്നൊരു കുത്തിൻ്റെ മണം പോകുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. കുറച്ച് നേരം അടച്ച് തന്നെ വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ എൻ്റെ ബാക്കിയുള്ള കുറച്ച് പണികളൊക്കെ ഒന്ന് തീർക്കട്ടെ. അപ്പോഴേക്കും നമ്മുടെ സവോളയും തക്കാളിയും ഒക്കെ ഒന്ന് റെഡിയായി വരും. അങ്ങനെ നമ്മുടെ തക്കാളി സവോള ഒക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആകെ നമുക്ക് 2 മസാലപ്പൊടിയാണ്. ഒന്നാമത്തെ ബിരിയാണി മസാലയാണ്, അത് 1.5 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ചേർത്തത് ബിരിയാണി മസാലയാണ്, ഏകദേശം 1.5 ടീസ്പൂൺ. അത് കഴിഞ്ഞിട്ട് ചേർത്തത് ഗരം മസാലയാണ്, അത് ഏകദേശം 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് ചേർത്തിട്ടുണ്ട്. ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മുടെ 2 പൊടികളെയും പച്ചമണം പോകുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തൈരാണ്, നല്ല കട്ട തൈര്, അധികം പുളിയില്ലാത്ത തൈര് നോക്കിയെടുക്കുക. അത് ഏകദേശം ഒരു 2 വലിയ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി തൈരും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ സമയം കൊണ്ട് നമ്മുടെ ബീഫ് കുക്കറിൽ വേവിക്കാൻ വെച്ചതും വെന്ത് പാകമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ അത്യാവശ്യം കുറച്ചൊരു വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വെള്ളത്തോട് കൂടി തന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 2-3 മിനിറ്റ് നമുക്ക് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ആകെ നമ്മുടെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ഉള്ളിയിൽ നിന്ന് ഒരു കൈപ്പിടി ചേർക്കുക. അപ്പോൾ അതേ നമ്മുടെ മസാല ഡ്രൈ ആയിട്ടുണ്ട് കുറച്ച്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് നമ്മൾ ഉള്ളി വറുത്തിട്ട് ബിരിയാണിയിലേക്ക് ഇടാൻ മാറ്റി വെച്ചിട്ടില്ലേ, അതിൽ നിന്ന് ഒരു കൈപ്പിടി ഉള്ളി ഈ നമ്മുടെ ബീഫ് മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് സ്പെഷ്യലായിട്ടൊന്നുമില്ല, നമ്മുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചോറ് നമ്മൾ ഓൾറെഡി വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ചോറ് നമുക്കിനി ഒന്ന് ദം ചെയ്തെടുക്കാം.
അപ്പോൾ ആകെ ബീഫ് മസാല ഉള്ളത് ഞാൻ അടിയിൽ അങ്ങോട്ട് സ്പ്രെഡ് ചെയ്തിരിക്കുകയാണ്. ഇത് കുറച്ച് കുങ്കുമപ്പൂവ് നമ്മുടെ പാലിൽ മിക്സ് ചെയ്തതാണ്, ഒരു കളറിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പോൾ 2 ലെയറായിട്ട് ഞാൻ റൈസ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് നമ്മുടെ കുങ്കുമപ്പൂവും പാലും, അത് ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ അതില്ലെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയതോ അല്ലെങ്കിൽ യെല്ലോ ഫുഡ് കളർ ഉണ്ടെങ്കിൽ അതോ ഏതെങ്കിലും ഒന്ന് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു കളർ കിട്ടാൻ വേണ്ടി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് പൈനാപ്പിൾ എസൻസ് ആണ് കേട്ടോ. അത് ഏകദേശം 1 ടീസ്പൂണോളം പൈനാപ്പിൾ എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ട്. ഇനി അത് ദമ്മിലൂടെ എടുക്കട്ടെ. അപ്പോൾ ഇതേ നമ്മുടെ ബീഫ് ബിരിയാണി ആഫ്റ്റർ ദം പൊട്ടിച്ചിട്ടാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അടിയിൽ മാത്രമല്ലേ നമ്മൾ മസാല ഇട്ടിട്ടുള്ളൂ. നമ്മൾ ചോറും മസാലയൊക്കെ കൂടിയിട്ട് ഇതുപോലെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി സ്പെഷ്യലായിട്ട് നമ്മൾ ലെയറായിട്ടൊന്നും ഇടുന്നില്ല ഈ ബിരിയാണിക്ക്. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈസി ബീഫ് ബിരിയാണിയാണ്, എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, മറക്കാതെ ട്രൈ ചെയ്ത് നോക്കണം. എളുപ്പമാണ് ഉണ്ടാക്കാൻ. ബീഫ് ഉള്ളത് കുക്കറിലൊന്ന് വേവിക്കാം, അതിന് മസാല കൂട്ടുക, നമ്മൾ റൈസ് ഉണ്ടാക്കുക, റൈസ് ഇതിലേക്ക് ചേർക്കുക, ബീഫ് ബിരിയാണി റെഡി. അതിന് മുകളിൽ കുറച്ച് നല്ല ഭംഗിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ മല്ലിയിലയും പുതിനയിലൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള ഡ്രൈ ആയിട്ടുള്ള മല്ലിയില പുതിനയിലൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് ടേസ്റ്റ് നോക്കട്ടെ. അപ്പോൾ പൈനാപ്പിൾ എസൻസ് ഒക്കെ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് പൈനാപ്പിൾ ഉണ്ടെങ്കിൽ അത് ചേർത്താൽ കുറച്ചും കൂടി കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. എൻ്റെ കയ്യിൽ ഫ്രഷ് പൈനാപ്പിൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ മെയിൻ ആയുധമാണ് ഈ പൈനാപ്പിൾ എസൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്താലാണ് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ അതും കൂടി ചെയ്യണേ.
അപ്പോൾ എൻ്റെ ഈ ചെറിയ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കട്ടെ. അപ്പോൾ വ്ളോഗ് ഇഷ്ടമായിച്ചെങ്കിൽ എന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തി പ്രോത്സാഹിപ്പിക്കാനും അതുപോലെ തന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എൻ്റെ ഫേസ്ബുക്ക് ഇൻസ്റ്റ പേജിൻ്റെ ലിങ്കുകളും താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. അത് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്കിനി വീണ്ടും ചെറിയ ചെറിയ റെസിപ്പികളുടെ വീഡിയോയും അതുപോലെ വ്ളോഗുകളൊക്കെ വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ. അസ്സലാമു അലൈക്കും. താങ്ക് യു.